ബിസിനസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേരളത്തിന്റെ മുഖം മിനുക്കുമോ? വരും വാരത്തിൽ സ്വർണ്ണവില കുതിക്കുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസിനസ് നെക്സ്റ്റ്. കേരളത്തിന്റെ സാങ്കേതിക മേഖലകളിൽ ആഴത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായുള്ള കേരളത്തിന്റെ സാങ്കേതിക മുന്നേറ്റം അതിവേഗത്തിലാണെന്ന് പറയാതെ വയ്യ. രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ, ഡിജിറ്റൽ സാക്ഷരത, മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവയെല്ലാം കേരളത്തിൽ AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. 2025 ഫെബ്രുവരി 21-22 തീയതികളിലായി കൊച്ചിയിലെ ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലായിരിക്കും ഉച്ചകോടി നടക്കുക. ഇതിനു മുന്നോടിയായി 12 വ്യത്യസ്ത മേഖലകളിലായി നടത്തുന്ന സമ്മേളനങ്ങളും 7 റോഡ് ഷോകളും ഉണ്ടായിരിക്കും. ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള സമ്മേളനങ്ങളിൽ രണ്ടാമത്തേതാണ് റോബോട്ടിക്സ് സമ്മേളനം. റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാനുള്ള ശ്രമമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. We have planned a structured mechanism to attract more investments. This industrial policy is focused on knowledge-based industries. We have certain limitations, that is, availability of land is an issue in the state of Kerala, cost of land is also very high, and the available land is very environmental fragile. Recognizing these all objective realities, we have adopted a policy which focused on knowledge-based industry. Knowledge is the capital, and knowledge is the strength of the state of Kerala. We are trying to utilize that for improving our industrial scenario in the state of Kerala. ഈ ശ്രമത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറുകയാണ് സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക് പാർക്ക്. 10 ഏക്കർ സ്ഥലത്താണ് റോബോട്ടിക് പാർക്ക് സ്ഥാപിക്കുക. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ സമ്മേളനത്തിലാണ് വ്യവസായ മന്ത്രി P. രാജീവ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ റോബോട്ടിക്സ് മേഖലയിൽ നിന്ന് 2024 മാത്രം $531.1 ദശലക്ഷം വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 2024 മുതൽ 2028 വരെ 12.18% ഈ മേഖലയിൽ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുന്നത്. $841.1 ദശലക്ഷം ഇക്കാലയളവിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം. ലോകത്തിൽ റോബോട്ടിക്സ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ആദ്യ 10-ൽ ഇന്ത്യയുണ്ട്. ലോഹം, റബ്ബർ, ഇലക്ട്രോണിക് വ്യവസായം എന്നീ മേഖലകളിൽ റോബോട്ടിക്സിന് ഗണ്യമായ സ്വാധീനമുണ്ട്. ഈ അനുകൂല സാഹചര്യം പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനാണ് കേരളം തയ്യാറെടുക്കുന്നത്. അമേരിക്കൻ പലിശ നിരക്കിലെ പ്രവചനങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കുമോ? വരും വാരങ്ങളിൽ സ്വർണ്ണവില കുതിക്കുമെന്ന് റിപ്പോർട്ട്. US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ചെയർമാൻ ജെറോം പവൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മുൻനിരക്കാരായ അമേരിക്കയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഷിക പ്രഭാഷണ പരിപാടിയായ ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്ന നീക്കങ്ങൾ ഫെഡറൽ റിസർവ് നടത്തിയേക്കുമെന്നാണ് ജെറോം പവൽ നൽകുന്ന സൂചന. സെപ്റ്റംബറോടെ ഇതുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. റീറ്റെയിൽ പണപ്പെരുപ്പം 2% കുറയ്ക്കുകയാണ് US ഫെഡിന്റെ ലക്ഷ്യം. പലിശ നിരക്ക് കുറയുമ്പോൾ ആനുപാതികമായി US സർക്കാരിന്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും താഴും. ഇത് സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ താൽപര്യം വർദ്ധിപ്പിക്കും, വില വർധനയിലേക്ക് നയിക്കുകയും ചെയ്യും. കേരളത്തിൽ സ്വർണ്ണവില ചാഞ്ചാട്ടത്തിലാണ്. ശനിയാഴ്ച പവന്റെ നിരക്ക് 53,360 രൂപയിൽ നിന്നും 53,650 രൂപയിലേക്ക് ഉയർന്ന ശേഷം 53,560 രൂപയിൽ നിലയുറപ്പിച്ച മട്ടാണ്. $2,512.18 രാജ്യാന്തര സ്വർണ്ണവിലയുള്ളത്. പവലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഔൺസിന് $2,479 ആയിരുന്ന രാജ്യാന്തര വില $2,516.98 ഉയരുകയുണ്ടായി. കാർഷിക വിപണിയിൽ അടുത്ത വാരം
അന്താരാഷ്ട്ര റബ്ബർ വിപണിയിൽ വീണ്ടും ബുൾ തരംഗം. മുഖ്യ റബ്ബർ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ ഷീറ്റ് ക്ഷാമം തലയുയർത്തുന്നു. ചൈനയും ഇതര ഇറക്കുമതി രാജ്യങ്ങളും റബ്ബറിനായി ബാങ്കോക്കിൽ തമ്പടിച്ചിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പ് അവധി വ്യാപാരത്തിൽ വാങ്ങൽ ശക്തമാക്കി. കഴിഞ്ഞ ഒറ്റവാരം നിരക്ക് 2% മുന്നേറി. ആഭ്യന്തര വിപണി വില ഉയരാതിരിക്കാൻ ടയർ ലോബി ഇറക്കുമതി വാർത്തകൾ പ്രചരിപ്പിച്ച് വില കുറയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ റബ്ബർ ഷീറ്റ് വരവ് ഉയർന്നില്ല. കാലാവസ്ഥ തെളിഞ്ഞതോടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കർഷകർ ടാപ്പിംഗിന് ഉത്സാഹിച്ചതിന്റെ ഗുണം അടുത്ത വാരം വിപണിയിൽ കാണും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്സവവേളയിൽ മാത്രമല്ല സർക്കാർ സംഭരണത്തിലും തിളങ്ങാത്ത നാളികേര വില ഇപ്പോൾ ഉണർന്നു. വെളിച്ചെണ്ണ വില പിന്നിട്ട വാരം മാറ്റമില്ലാതെ നിലകൊണ്ടു. തമിഴ്നാട്ടിലെ മുല്ലൂക്കാർ വിപണിയുടെ ചലനങ്ങൾ അടിമുടി നിരീക്ഷിക്കുന്നുണ്ട്. എണ്ണവില കൂടുതൽ ഉയർത്തിയാൽ ബഹുരാഷ്ട്ര കമ്പനികൾ ഓഫർ വിലയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് ഇറക്കുമെന്ന ഭീതി നിലനിൽക്കുന്നു. വിദേശ കുരുമുളക് ഉത്തരേന്ത്യയിൽ ആധിപത്യമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കുരുമുളകിന് പക്ഷേ നാടൻ ചരക്കിന്റെ നിലവാരമില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ശൈത്യകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അന്തരീക്ഷ താപനില കുറയ്ക്കുന്നത് കുരുമുളകിൽ പൂപ്പൽ ബാധയ്ക്കും ഇടയാക്കും. അതേസമയം ഹൈറേഞ്ച് വയനാടൻ മേഖലയിൽ നിന്നും കൂർഗിൽ നിന്നുമുള്ള കുരുമുളക് നീക്കം കുറഞ്ഞ അളവിലാണ്. ഏലക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന കയറ്റുമതിക്കുള്ള സാധ്യതകൾ തെളിയുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചത്. അറബ് രാജ്യങ്ങളിൽ വ്യക്തമായ വിപണന സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര ഏജൻസി മുൻകൈയെടുക്കാറില്ല. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. മലയാളി നിർദ്ദേശിച്ച പേരിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച പേരാണ് സ്കോഡയുടെ കൈലാക്. കോമ്പാക്ട് SUV മോഡലായ ഈ വാഹനം മാർച്ചോടെ വിപണിയിലെത്തും. ക്രിസ്റ്റൽ എന്ന വാക്കിന്റെ സംസ്കൃത പദമാണ് കൈലാക്. 2025 മാർച്ചോടെ SUV നിരയിലുള്ള ഈ വാഹനം വിപണിയിലെത്തും. ഇന്ത്യ 2.0 പ്രോഗ്രാമിന് കീഴിലുള്ള സ്കോഡയുടെ മൂന്നാമത്തെ കാറാണ് കൈലാക്. ഈ വർഷം അവസാനത്തോടെ ഉൽപാദനം ആരംഭിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്. 2025 ജനുവരി 2 വാരത്തിൽ ഷെഡ്യൂൾ ചെയ്യുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ സ്കോഡ കൈലാക്കിന്റെ വില പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫോക്സ് വാഗൺ ഗ്രൂപ്പ് വിഭാവനം ചെയ്തിട്ടുള്ള ന്യൂ ഇന്ത്യ 2.5 പദ്ധതി അനുസരിച്ച് ആദ്യമെത്തുന്ന മോഡലായിരിക്കും സ്കോഡയുടെ കോമ്പാക്ട് SUV എന്നാണ് വിലയിരുത്തലുകൾ. സ്കോഡയുടെ വിവിധ മോഡലുകളിൽ കരുത്തേകുന്ന 1.0 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എന്നീ എഞ്ചിനുകൾ തന്നെയായിരിക്കും ഇന്ത്യ 2.5 മോഡലുകളിൽ ഉണ്ടാകുക. പുതുതായി ഒരുങ്ങുന്ന മോഡലിൽ 120 bhp പവറുള്ള 1.0 ലിറ്റർ എഞ്ചിൻ മോഡലിനൊപ്പം മാനുവൽ, ടോർക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകളും ഉണ്ടായിരിക്കും. 1.5 എഞ്ചിനിലും ഈ വാഹനം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതലമുറ മാരുതി ഡിസയർ സെഡാന്റെ സമയമാണിനി. മൂന്നാം തലമുറയിലേക്ക് എത്തുമ്പോൾ ഡിസൈൻ, ഇന്റീരിയർ, എഞ്ചിൻ മെക്കാനിസം എന്നിവയിൽ സെഡാൻ സമഗ്രമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സെഡാനായ മാരുതി സുസുക്കി ഡിസയർ തലമുറ മാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ദീപാവലി സീസണിൽ ഒക്ടോബറോടെ പുതിയ പതിപ്പ് ഇന്ത്യൻ വിപണികളിലെത്തും. ഇലക്ട്രിക് സൺറൂഫ് ലഭിക്കുന്ന സെഗ്മെന്റിലെ ആദ്യത്തെ സെഡാൻ കൂടിയാണിത്. നികുതി ഇളവ് ലക്ഷ്യമിട്ട് 4 മീറ്ററിലും താഴെ വലുപ്പത്തിലാണ് മാരുതി സുസുക്കി പുതിയ ഡിസയർ നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭോക്താക്കളെ മാത്രം കണ്ട് പുറത്തിറക്കുന്നതാണ് ഈ ഡിസയർ. കോമ്പാക്ട് സെഡാനിൽ പുതുതായി രൂപകൽപ്പന ചെയ്തതും വലുതുമായ ഫ്രണ്ട് ഗ്രില്ല്, പ്രകടമായ ക്രീസുകളുള്ള പുതുക്കിയ ഫ്രണ്ട് ബമ്പറും ഒരു ക്ലാംഷെൽ ബോണറ്റും ഫീച്ചർ ചെയ്യും. പുതുതായി രൂപകൽപ്പന ചെയ്ത 5 സ്പോക്ക് അലോയ് വീലുകൾ, പുതിയ ഡോർ ഡിസൈൻ എന്നിവ ഉപയോഗിച്ച് സൈഡ് പ്രൊഫൈൽ പരിഷ്കരിക്കും. പൂർണ്ണമായും പരിഷ്കരിച്ച പിൻഭാഗമായിരിക്കും പുതിയ മാരുതി ഡിസയറിന്. രൂപകൽപ്പനയിലെ ഈ മാറ്റങ്ങൾക്കൊപ്പം വിലയിലും ചില്ലറ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിപണി വിലയിരുത്തുന്നത്. നിരത്തുകളിൽ മുഖം മിനുക്കി എത്തുകയാണ് SUV ആയ ഹ്യുണ്ടായി അൽക്കസാർ. സെപ്റ്റംബർ 8-നാണ് വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ എത്തുക. ടാറ്റയുടെ SUV മോഡലായ സഫാരി, MGയുടെ ഹെക്ടർ പ്ലസ് എന്നീ മോഡലുകളായിരിക്കും അൽക്കസാറിന്റെ പ്രധാന എതിരാളികൾ. യന്ത്രഭാഗങ്ങളിൽ മാറ്റമില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്.
മുഖം മിനുക്കിയെത്തിയ ഹൂണ്ടായുടെ തന്നെ ക്രെറ്റയോട് സാമ്യം പുലർത്തുന്നതാണ് അൽക്കസാർ. പുറത്തുവന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റൈലിംഗിൽ മാറ്റങ്ങളുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. പുതിയ അലോയ് വീലുകളും സൈഡ് ക്ലാഡിംഗിലെ മാറ്റങ്ങളും വശങ്ങളിൽ നിന്നുള്ള അൽക്കസാറിന്റെ രൂപത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ അലോയ് വീലുകളും ഡാഷ്ബോർഡ് പുതിയ ക്രെറ്റയോട് സമാനമാണ്. സെപ്റ്റംബർ ആദ്യത്തിൽ മുഖം മിനുക്കിയെത്തുന്ന അൽക്കസാർ നിലവിൽ അൽക്കസാറിന്റെ 16.78 ലക്ഷം മുതൽ 21.28 ലക്ഷം രൂപ വരെയാണ് വില. മുഖം മിനുക്കിയെത്തുമ്പോൾ വിലയിലും വർധനവ് പ്രതീക്ഷിക്കാം. ഇലക്ട്രിക് വാഹനങ്ങളിൽ ടാറ്റയോട് മത്സരിക്കാൻ മഹീന്ദ്ര 3XO കോമ്പാക്ട് SUVയുടെ ഇലക്ട്രിക് പതിപ്പാണ് എത്തുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയ നിരയാണ് മഹീന്ദ്ര നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മൂടിക്കെട്ടിയ നിലയിൽ മഹീന്ദ്രയുടെ കോമ്പാക്ട് SUV പരീക്ഷണ ഓട്ടം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ അടുത്തിടെ പ്രചരിപ്പിച്ചിരുന്നു. 3XOയുടെ ഇലക്ട്രിക് പതിപ്പായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇലക്ട്രിക് വാഹനമായ XUV 400ന്റെ മാതൃകയിലായിരിക്കും പുതിയ പതിപ്പെത്തുക. വലിയ എയർ ഇൻടേക്ക്, ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുള്ള അലോയ് വീൽ, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമായുള്ള ഡിസൈനുകൾ എന്നിങ്ങനെയായിരുന്നു ഈ വാഹനം ഒരുങ്ങുക. എന്നാൽ മെക്കാനിക്കൽ ഫീച്ചറുകളൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. വിപണിയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം താരതമ്യേന ചെറിയ ബാറ്ററി പാക്കായിരിക്കും വാഹനത്തിനുണ്ടാവുക. ടാറ്റ നെക്സോൺ EVയോടായിരിക്കും 3XO മത്സരിക്കാൻ സാധ്യത. റിയൽമി 13 5G ഓഗസ്റ്റ് 29-ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. മീഡിയാടെക് ഡയമണ്ട് സിറ്റിയാണ് ഫോണിന്റെ പ്രത്യേകത. സ്മാർട്ട് ഫോൺ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിയൽമി 13 സീരീസ് 5G വിപണിയിലെത്തുന്നു. 7300 എനർജി ചിപ്സെറ്റാണ് ഫോണിനുള്ളത്. പച്ച, ഗോൾഡൻ നിറങ്ങളിലായിരിക്കും ഫോൺ പുറത്തിറങ്ങുക. ട്രിപ്പിൾ റിയൽ ക്യാമറ പ്രത്യേകതയാണ്. ലോഞ്ചിന് ശേഷം ഫ്ലിപ്കാർട്ട്, realme.com ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവയിൽ നിന്നും ഫോൺ വാങ്ങാം. കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. വിനോദവാരം. പോപ്പ് ഗായികയും ഗ്രാമി ജേതാവുമായ ദുവാ ലിപ സൊമാറ്റോ ഫീഡിംഗ് ഇന്ത്യ കൺസേർട്ടിന് നേതൃത്വം നൽകുമെന്ന വാർത്ത പുറത്തുവന്നതോടെ ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർ കാത്തിരിപ്പിലാണ്. ലോക സംഗീത പ്രേമികളുടെ ശ്രദ്ധ ഇനി ഇന്ത്യയിലേക്ക് ചുരുങ്ങുകയാണ്. ദുവാ ലിപ ഇന്ത്യയിലെത്തുന്നുവെന്ന പ്രഖ്യാപനമാണ് സൊമാറ്റോ നടത്തിയിരിക്കുന്നത്. ഗ്ലോബൽ പോപ്പ് സെൻസേഷനും ഗ്രാമി ജേതാവും ഇന്ത്യയിലെത്തുന്ന രണ്ടാമത്തെ ഇവന്റാണിത്. നവംബർ 30-ന് മുംബൈയിലെ MMRDA ബിക്കസിലായിരിക്കും സംഗീത പരിപാടി നടക്കുക. വൈകിട്ട് 3 മുതൽ 10 വരെയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ജൊനിത ഗാന്ധി, തൽവീന്ദർ തുടങ്ങിയ പ്രമുഖ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഉണ്ടാകും. HSBC കാർഡ് ഉടമകൾക്കായി ഓഗസ്റ്റ് 27-ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ടിക്കറ്റുകൾ പ്രീസെയിൽ ആരംഭിക്കും. പൊതുവിൽപ്പന ഓഗസ്റ്റ് 29-ന് ആരംഭിക്കും. സൊമാറ്റോ ആപ്പ് വഴി ടിക്കറ്റുകൾ വാങ്ങാം. ഔദ്യോഗിക സൊമാറ്റോ ലൈവ് റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ ടിക്കറ്റ് പുനർവിൽപ്പന അനുവദിക്കൂ. ടിക്കറ്റ് വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 2999 മുതൽ 20,000 രൂപയായിരുന്നു മുൻകാല ടിക്കറ്റ് നിരക്കുകൾ. ഇന്ത്യയിലെ ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും നേരിടാനുള്ള സൊമാറ്റോയുടെ സംരംഭത്തിന്റെ ഭാഗമാണ് ഫീഡിംഗ് ഇന്ത്യ കൺസേർട്ട്. ഇവന്റിന് പ്രായ നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നാൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതിർന്നവരോടൊപ്പം ഉണ്ടായിരിക്കണം. 6 വയസ്സും അതിൽ കൂടുതലുള്ള കുട്ടികൾക്ക് പ്രത്യേക ടിക്കറ്റ് ആവശ്യമാണ്. മലയാള സിനിമാ പ്രേമികളെ നിരാശയിലാക്കില്ലെന്നാണ് ഓഗസ്റ്റിലെ റിലീസ് പടങ്ങളുടെ പട്ടിക വ്യക്തമാക്കുന്നത്. 15ഓളം ചിത്രങ്ങളാണ് ഓണം മുന്നിൽ കണ്ട് ഈ മാസം അവസാനത്തോടെ തിയേറ്ററിലേക്ക് എത്തുന്നത്. താരരാജാക്കന്മാരിൽ സുരേഷ് ഗോപി ചിത്രം മാത്രമാണ് ഓഗസ്റ്റിൽ വെള്ളിത്തിരയിലെത്തുന്നത്. ഹോട്ടൽ കാലിഫോർണിയയുടെ സംവിധായകൻ അജി ജോൺ സംവിധാനം ചെയ്യുന്ന സപ്നോ കി റാണിയാണ് ഓഗസ്റ്റ് 30-ന് തിയേറ്ററിലെത്തുക. ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളിയും ഓഗസ്റ്റിൽ കാണും. കൂടാതെ ഓഗസ്റ്റ് 30-ന് തന്നെ മറ്റൊരു പിടി ചിത്രങ്ങളും തിയേറ്ററിലെത്തും. ഇന്ദ്രജിത് സുകുമാരനും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലേഴ്സ്, വിനീത് ശ്രീനിവാസൻ നായകനാകുന്ന ഒരു ജാതി ജാതകം എന്നിവയ്ക്കൊപ്പം സൈജു കുറുപ്പിന്റെ അഭിലാഷം, ഭരതനാട്യം എന്നീ ചിത്രങ്ങളും ഓഗസ്റ്റ് 30-നെത്തും. അജു വർഗീസിന്റെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനും റിലീസിനൊരുങ്ങുകയാണ്. ഇതിലും സൈജു കുറുപ്പ് പ്രധാന വേഷത്തിലെത്തുന്നു. സണ്ണി ലിയോണിന്റെ പാൻ ഇന്ത്യൻ സുന്ദരിയും ഓഗസ്റ്റിൽ റിലീസിനുണ്ടാകുമെന്നാണ് സൂചന. ധ്യാൻ ശ്രീനിവാസൻ, ഷൈം ടോം ചാക്കോ എന്നിവരുടെ സിനിമകളും ഓഗസ്റ്റിൽ തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് സിനിമാ പ്രേമികളെ കാത്തിരിപ്പിക്കുന്ന മറ്റൊരു വിശേഷം.
ഇനി പ്രധാന ഇവന്റുകൾ. ഹഡിൽ ഗ്ലോബലിന്റെ പ്രചരണാർത്ഥം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഹഡിൽ ഗ്ലോബൽ റോഡ് ഷോയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ റോഡ് ഷോ നടക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലുകളിൽ ഒന്നാണ് ഹഡിൽ ഗ്ലോബൽ. നവംബർ 28, 29, 30 എന്നീ തീയതികളിൽ തിരുവനന്തപുരത്താണ് ഹഡിൽ ഗ്ലോബൽ സമ്മേളനം നടക്കുന്നത്. ഹഡിൽ ഗ്ലോബലിനെ കുറിച്ച് കൂടുതൽ അറിയാനും സ്റ്റാർട്ടപ്പ് രംഗത്തെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തുക, സ്വന്തം നൂതനാശയങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ റോഡ് ഷോയിലൂടെ ഉണ്ടാകും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കളമശ്ശേരിയിലെ ക്യാമ്പസിലും കോഴിക്കോട് UL സൈബർ പാർക്കിലുമായി ഇതിനോടകം റോഡ് ഷോകൾ നടത്തിയിട്ടുണ്ട്. കേരള IT പാർക്കുകളിലേക്ക് ഇഗ്നൈറ്റ് 2.0 ഇന്റേൺഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഓഗസ്റ്റ് 31 അവസാന തീയതി. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് ക്യാമ്പസുകളിലേക്കാണ് ബിരുദധാരികൾക്ക് ഇന്റേൺഷിപ്പിനുള്ള സൗകര്യം ഒരുക്കുന്നത്. 6 മാസ കാലാവധിയുള്ള ഇന്റേൺഷിപ്പിന് 5000 രൂപ വീതം പ്രതിമാസം സ്റ്റൈപ്പൻഡ് നൽകും. കമ്പനികൾക്ക് 5000 രൂപയോ കൂടുതലോ നൽകാവുന്നതാണ്. തൊഴിൽ പരിചയം നേടാനും ഭാവിയിലേക്ക് മികച്ച ജോലി ലഭിക്കാനും ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതാണ് ഈ പരിപാടി. മികച്ച ഉദ്യോഗാർത്ഥികളെ വ്യവസായങ്ങൾക്ക് ലഭിക്കാനും ഇതുവഴി സാധിക്കും. സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളുടെ സഹകരണത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് ഇഗ്നൈറ്റ്. IT അനുബന്ധ മേഖലയിലെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും ആവശ്യമായ പ്രതിഭകളെ ലഭിക്കാനുമുള്ള ലക്ഷ്യത്തോടെ 2022 സർക്കാർ പദ്ധതി തുടങ്ങിയത്. ഇതോടെ ബിസിനസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.